ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. SSC CGL ടയർ 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള GK ഡൈജസ്റ്റ് സീരീസിന്റെ 4ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. പ്രീവിയസ് 3 സെഷൻസിലെ പോലെ തന്നെ ഈ ഒരു സെഷനിലും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Which article of the Indian Constitution deals with the Controller and Auditor General of India? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ ആണ് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് ഡീൽ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 226, ആർട്ടിക്കിൾ 148, ആർട്ടിക്കിൾ 152 ആൻഡ് ആർട്ടിക്കിൾ 156. ഇതിൽ ഏത് ആർട്ടിക്കിൾ ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് ഡീൽ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. So correct answer is article 148. Article 148 ആണ് എന്ത് ചെയ്യുന്നത്? CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. ഇനി ആരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി ഈസ് എ ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യയിലെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്നത് CAG ആണ്. സോ ഹി ഈസ് എ ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്നത് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഇനി ആർട്ടിക്കിൾ 148 പറയുന്നത് പ്രകാരം CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? CAGയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് CAGയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ടെന്യൂർ കാലാവധി എന്ന് പറയുന്നത് 6 years 6 വർഷമാണ്. 6 years or till 65 years whichever is earlier. സോ ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ. ഇതാണ് എന്ത്? CAGയുടെ ടെന്യൂർ എന്ന് പറയുന്നത്. ഒരാളെ CAG ആയിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ടെന്യൂർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 6 വർഷമായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് 65 വയസ്സ് തികയുന്നത് വരെ ആയിരിക്കും. ഏതാണോ ഏറ്റവും ആദ്യം വരുന്നത് അതായിരിക്കും എന്ത്? അദ്ദേഹത്തിന്റെ ടെന്യൂർ എന്ന് പറയുന്നത്. സോ ഇതാണ് CAGയെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത്. Next question. On 21st October 1943, Subhash Chandra Bose proclaimed the formation of the Provisional Government of the Free India in which location? 21st October 1943 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടോക്കിയോ, ഓപ്ഷൻ ബി ബെർലിൻ, ഓപ്ഷൻ സി സിംഗപ്പൂർ ആൻഡ് ഓപ്ഷൻ ഡി ബാങ്കോക്ക്. ഇതിൽ ഏത് പ്ലേസിൽ വെച്ചിട്ടാണ് 21st October 1943 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിംഗപ്പൂർ ആണ്. സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് 21st October 1943 എന്ത് ചെയ്യുന്നത്? സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ പേരെന്ന് പറയുന്നത് ആസാദ് ഹിന്ദ് എന്നായിരുന്നു. ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റിനെ ആസാദ് ഹിന്ദ് എന്ന് എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. സോ ആസാദ് ഹിന്ദ് അല്ലെങ്കിൽ ഫ്രീ ഇന്ത്യ എന്നും ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. സോ ദിസ് പ്രൊവിഷണൽ ഗവൺമെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ആസാദ് ഹിന്ദ് ഓർ ഫ്രീ ഇന്ത്യ. ആസാദ് ഹിന്ദ് എന്നും ഫ്രീ ഇന്ത്യ എന്നും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് വിളിക്കാറുണ്ട്. ആൻഡ് ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ആർമി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഇന്ത്യൻ നാഷണൽ ആർമി. ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ആർമി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമിയാണ് ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ആർമി എന്ന് പറയുന്നത്. സോ ദി ഇന്ത്യൻ നാഷണൽ ആർമി വാസ് ദി ആർമി. INA ആയിരുന്നു ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ആർമി എന്ന് പറയുന്നത്. സോ INA ആയിരുന്നു ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ആർമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ നാഷണൽ ആർമിയെ കുറിച്ചുള്ള കുറച്ച് ഫാക്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ആർമി ഫൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ മോഹൻ സിംഗ്. സോ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ റിയൽ ഫൗണ്ടർ എന്ന് പറയുന്നത്. INA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. സോ ക്യാപ്റ്റൻ മോഹൻ സിംഗ് സെപ്റ്റംബർ 1942 ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ ആർമി INA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം ജൂലൈ 1943 എന്ത് ചെയ്യുന്നത്? സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. INA ഇന്റർനാഷണൽ ആർമി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഇൻ സെപ്റ്റംബർ 1942. ജൂലൈ 1943 സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നത്? സിംഗപ്പൂരിലേക്ക് എത്തുന്നതും INAയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നതും. ആൻഡ് അതിനുശേഷം 21st October 1943 എന്ത് ചെയ്യുന്നത്? സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് സിംഗപ്പൂരിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ആസാദ് ഹിന്ദ് ഓർ ഫ്രീ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Which type of inflation is characterized by a slow rate of price rise and is considered manageable? ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷനിലാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് വളരെ ലോ റേറ്റിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ഇൻഫ്ലേഷൻ മാനേജബിളും ആണ്. ഈ പറയുന്ന ഇൻഫ്ലേഷൻസിൽ ഏത് ഇൻഫ്ലേഷനിലാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു സ്ലോവർ റേറ്റിലും അതുപോലെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലേഷനും ഇതിലേതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ, ഓപ്ഷൻ ബി ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഓർ ക്രോളിംഗ് ഇൻഫ്ലേഷൻ, ഓപ്ഷൻ സി ഹൈപ്പർ ഇൻഫ്ലേഷൻ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റാഗ്ഫ്ലേഷൻ. ഇതിൽ ഏത് ഇൻഫ്ലേഷനിലാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു സ്ലോവർ റേറ്റിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So correct answer is option B, that is creeping inflation or crawling inflation. Creeping inflation അല്ലെങ്കിൽ crawling inflationലാണ് എന്ത് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു സ്ലോവർ റേറ്റിൽ ആയിട്ടുള്ളത്. സോ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷനിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് 2 to 3% പെർ ആനം എന്നുള്ള റേറ്റിലായിരിക്കും. അതായത് ഒരു വർഷം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് 2 to 3% എന്നുള്ള റേറ്റിലാണെങ്കിൽ ആ ഒരു ഇൻഫ്ലേഷനെ വിളിക്കുന്ന പേരാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ക്രോളിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എപ്പോഴും എക്കോണമിക്ക് എന്താണ് ബെനിഫിഷ്യൽ ആണ് ആൻഡ് അതുപോലെ തന്നെ ഇത് മാനേജബിളും ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ, ഇനി ഇൻഫ്ലേഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യാൻ പറ്റും പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഫേസ്റ്റ് വൺ ആയിരുന്നു എന്ത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ക്രോളിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വോക്കിംഗ് ഇൻഫ്ലേഷൻ. സോ അടുത്തതാണ് വോക്കിംഗ് ഇൻഫ്ലേഷൻ. സോ ക്രീപ്പിംഗ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഇൻഫ്ലേഷൻ ആണെന്ത് വോക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വോക്കിംഗ് ഇൻഫ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു 3 to 10% പെർ ആനം എന്നുള്ള റേറ്റിലാണ്. സോ ഒരു 3 to 10% പെർ ആനം എന്നുള്ള റേറ്റിലാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണെന്ത് റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ തേർഡ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് റണ്ണിങ് ഇൻഫ്ലേഷൻ. റണ്ണിങ് ഇൻഫ്ലേഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് 10 to 20% പെർ ആനം എന്നുള്ള റേറ്റിലാണ്. ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് 10 to 20% പെർ ആനം എന്നുള്ള റേറ്റിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റണ്ണിങ് ഇൻഫ്ലേഷനിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണെന്ത് ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. Next type of inflation is galloping inflation. So അടുത്ത കാറ്റഗറി ഓഫ് ഇൻഫ്ലേഷൻ ആണ് ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. ഗാലപ്പിംഗ് ഇൻഫ്ലേഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് 30 to 100% പെർ ആനം എന്നുള്ള റേറ്റിലാണ്. അതായത് പെർ ആനം ഒരു വർഷത്തിൽ 30 to 100% ആണ് ഗുഡ്സിന്റെയും സർവീസസിന്റെയും പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. അടുത്ത ലാസ്റ്റ് കാറ്റഗറി ഓഫ് ഇൻഫ്ലേഷൻ ആണെന്ത് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 100%, അതായത് 3 ഡിജിറ്റ്സിൽ കൂടുതലായിരിക്കും എന്ത് ഇവിടുത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 100% പെർ ആനം. അതായത് പെർ ഇയർ 100%ൽ കൂടുതൽ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കും. ഹൈപ്പർ ഇൻഫ്ലേഷന് വേറൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് 50% പെർ മന്തിൽ കൂടുതലാണെങ്കിൽ, അതായത് ഒരു മാസം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസിന്റെയും പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് 50%ൽ കൂടുതലാണെങ്കിലും അതിനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കും. സോ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ 3 ഡിജിറ്റ്സിലാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് 3 ഡിജിറ്റ്സ് ആണെങ്കിൽ അതിനെ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കും. അതായത് 3 ഡിജിറ്റ്സ് പെർ ആനം അല്ലെങ്കിൽ 50% പെർ മന്ത്, ഒരു മാസത്തിൽ 50%ൽ കൂടുതലാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിലും അതിനെ വിളിക്കുന്ന പേരാണെന്ത് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഓപ്ഷനകത്തുള്ള അടുത്തൊരു ടേം ആണെന്ത് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു എക്സെപ്ഷണൽ കണ്ടീഷൻ ആണ്. എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഫിനോമിന ഉണ്ട്. അതായത് സ്റ്റാഗ്നേഷൻ എന്നുള്ള ഫിനോമിനയും ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്നുള്ള ഫിനോമിനയും ഇവിടെ ഉണ്ട്. സോ ഈ രണ്ട് ടേംസിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ത് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. സ്റ്റാഗ്നേഷന്റെയും അതുപോലെ തന്നെ ഇൻഫ്ലേഷന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ത് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. സ്റ്റാഗ്നേഷൻ മീൻസ് എക്കോണമിയിൽ ഗ്രോത്ത് ഇല്ല, എക്കോണമി എന്താണ് സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എക്കോണമിയിൽ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട് വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എക്കോണമിയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. എക്കോണമിയിൽ ഗ്രോത്ത് ഇല്ലാത്തതിനെയാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണെന്ത് സ്റ്റാഗ്ഫ്ലേഷൻ എന്നുള്ള കണ്ടീഷൻ. ഈ സ്റ്റാഗ്ഫ്ലേഷൻ എന്നുള്ള കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്കോണമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെ ലോ ആയിരിക്കും. സ്റ്റാഗ്നേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെ ലോ ആയിരിക്കും. ഇനി സ്റ്റാഗ്ഫ്ലേഷന്റെ ടൈമിൽ ഇൻഫ്ലേഷൻ അതായത് പ്രൈസ് ഇൻക്രീസ് എന്ന് പറയുന്നതായിരിക്കും വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാഗ്ഫ്ലേഷന്റെ ടൈമിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെയധികം കൂടുതലായിരിക്കും.
ഇതാണ് സ്റ്റാഗ്ഫ്ലേഷന്റെ ടൈമിലുള്ള എക്കോണമിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എക്കോണമിക് ഗ്രോത്ത് വളരെ കുറവായിരിക്കും, ഇൻഫ്ലേഷൻ ഹൈ ആയിരിക്കും, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഈ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണെന്ത്, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ട് NTPC എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇയറിലേക്കുള്ള NTPC എക്സാമിന് വേണ്ടിയിട്ടുള്ള ലൈവ് ഓൺലൈൻ കോഴ്സ് ദിശ അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 5500 rupees ആണ്. ബട്ട് നൗ ഒരു ഏർലി ബേർഡ് ഓഫർ അവൈലബിൾ ആണ്. അതായത് കോഴ്സ് ആദ്യം പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് November 1st ആണെങ്കിലും ആദ്യത്തെ ഒരു 1 to 2 weeks ഇൻട്രൊഡക്ടറി സെക്ഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഓറിയന്റേഷൻ മാത്രമായിരുന്നു. ക്ലാസ്സസ് ഈ വീക്കിൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. സോ നിങ്ങൾ ഒട്ടും ലേറ്റ് അല്ല. ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 അല്ലെങ്കിൽ 701261156062. Next question. During a national emergency, which fundamental rights are automatically suspended? National emergency ടൈമിൽ ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, all the fundamental rights. Option B, fundamental rights under Article 19 only. Option C, fundamental rights under Article 14 and 21. Option D, fundamental rights cannot be suspended. നാഷണൽ എമർജൻസി ഓപ്പറേഷൻ ഇരിക്കുന്ന സമയത്ത് ഇതിലേത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 19 only. ആർട്ടിക്കിൾ 19 പറയുന്ന 6 റൈറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നാഷണൽ എമർജൻസി ഓപ്പറേഷൻ ഇരിക്കുമ്പോൾ സസ്പെൻഡഡ് ആകുന്നുള്ളൂ. ഈ ഒരു കാര്യം, അതായത് നാഷണൽ എമർജൻസി ഓപ്പറേഷൻ ഇരിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 പറയുന്ന 6 റൈറ്റ്സും സസ്പെൻഡഡ് ആകും എന്നുള്ള പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 358. ആർട്ടിക്കിൾ 358 പറഞ്ഞിരിക്കുന്നത് നാഷണൽ എമർജൻസി ഓപ്പറേഷൻ ഇരിക്കുന്ന സമയത്ത്, ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ഓപ്പറേഷൻ ഇരിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുള്ള 6 റൈറ്റ്സും ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആകും എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 358. ഇനി നാഷണൽ എമർജൻസിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 352 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യുന്നത്. സോ ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും, നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ആർട്ടിക്കിൾ 352 തന്നെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്രൗണ്ട്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3 ഗ്രൗണ്ട്സിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ് ആ 3 ഗ്രൗണ്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ആണ് വോർ എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ ആണ് എക്സ്റ്റേണൽ അഗ്രഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് ആം റെബല്യൻ. സോ വോർ, എക്സ്റ്റേണൽ അഗ്രഷൻ, and the last one is armed rebellion. War, external aggression, and the last one is armed rebellion. War, external aggression and armed rebellion. ഈ 3 ഗ്രൗണ്ട്സിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റിന് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1978. ഈ ഒരു അമെൻമെന്റ് ആക്ട് ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978. ഈ ഒരു അമെൻമെന്റ് ആക്ട് ഈ ഒരു ക്വസ്റ്റിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 358 പറയുന്നത് പ്രകാരം നാഷണൽ എമർജൻസി ഓപ്പറേഷൻ ഇരിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 പറയുന്ന 6 റൈറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആകുന്നുണ്ട്. പക്ഷേ ഈ ഒരു അമെൻമെന്റ് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 എന്ത് ചെയ്തു, ഇതിനകത്തൊരു സേഫ് ഗാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഈ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 ശേഷം നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 പ്രകാരം ഡിക്ലെയർ ചെയ്യുന്നത് വോറിന്റെ ഗ്രൗണ്ട്സിലോ എക്സ്റ്റേണൽ അഗ്രഷന്റെ ഗ്രൗണ്ട്സിലോ ആണെങ്കിൽ മാത്രമേ 358 പ്രകാരം എന്ത് ചെയ്യുന്നുള്ളൂ, ആർട്ടിക്കിൾ 19 പറയുന്ന 6 ഫണ്ടമെന്റൽ റൈറ്റ്സും 6 റൈറ്റ്സും എന്ത് ചെയ്യുന്നുള്ളൂ, സസ്പെൻഡഡ് ആകുന്നുള്ളൂ. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978 ശേഷം ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് വോറിന്റെയോ എക്സ്റ്റേണൽ അഗ്രഷന്റെയോ ഗ്രൗണ്ട്സിൽ ആണെങ്കിൽ മാത്രമേ ആർട്ടിക്കിൾ 358 പ്രകാരം ആർട്ടിക്കിൾ 19 പ്രൊവൈഡ് ചെയ്യുന്ന 6 റൈറ്റ്സ് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആകും.
നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ആംഡ് റെബല്യന്റെ ഗ്രൗണ്ട്സിലാണെങ്കിൽ ആർട്ടിക്കിൾ 358 ഇഫക്റ്റ് കാണില്ല. അതായത് ആർട്ടിക്കിൾ 19 പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ്സ് എന്ത് ചെയ്യില്ല, ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആകില്ല. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Draupadi Murmu, the first woman tribal president of India, belongs to which tribe? ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈബൽ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ ദ്രൗപദി മുർമു ഏത് ട്രൈബൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് ട്രൈബൽ ഗ്രൂപ്പിലോട്ടാണ് ബിലോങ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മുണ്ടാരി, ഓപ്ഷൻ ബി സന്താൽ, ഓപ്ഷൻ സി ഹോ ആൻഡ് ഓപ്ഷൻ ഡി കരിയ. ഇതിനകത്ത് ഏത് ട്രൈബൽ ഗ്രൂപ്പിലാണ് ദ്രൗപദി മുർമു ബിലോങ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. So correct answer is option B, Sandal. Draupadi Murmu, the first tribal president of India and the 15th president of India. So ഇന്ത്യയുടെ 15th പ്രസിഡന്റും ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈബൽ പ്രസിഡന്റും ആയിട്ടുള്ള ദ്രൗപദി മുർമു എന്ന് പറയുന്നത് സന്താൽ ട്രൈബിലാണ് ബിലോങ് ചെയ്യുന്നത്. ആൻഡ് ഈ സന്താൽ ട്രൈബ് എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സന്താൽ ട്രൈബിനെ എവിടേക്കാണ് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഒഡീഷ. സന്താൽ ട്രൈബ്സിനെ നമുക്ക് ഒഡീഷയിൽ കാണാൻ സാധിക്കും, ജാർഖണ്ഡിൽ കാണാൻ സാധിക്കും, ബീഹാറിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും സന്താൽ ട്രൈബ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 4 സ്റ്റേറ്റ്സിലാണ് നമുക്ക് സന്താൽ ട്രൈബ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ സന്താൽ ട്രൈബ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഈ 4 സ്റ്റേറ്റ്സിലാണ് എന്ത് ചെയ്യുന്നത്, സന്താൽ ട്രൈബ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് സന്താൽ ട്രൈബ്സിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ട്, ദാറ്റ് ഈസ് സന്താളി ലാംഗ്വേജ്. സന്താൽ ട്രൈബ്സിന് ഒരു ഓൺ ലാംഗ്വേജ്, സ്വന്തമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്, അതാണ് സന്താളി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് സന്താളി ലാംഗ്വേജിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 22 ഒഫീഷ്യൽ ലാംഗ്വേജ്, ഇന്ത്യക്ക് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഈ 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലെ ഒരു ലാംഗ്വേജ് ആണെന്ത്, ഈ സന്താളി എന്ന് പറയുന്നത്. സന്താൽ ട്രൈബ്സിന് സ്വന്തമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്, ദാറ്റ് ഈസ് സന്താളി ലാംഗ്വേജ്. ഈ സന്താളി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലെ ഒരു ലാംഗ്വേജ് ആണ്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സന്താളി ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജസിന്റെ പാർട്ടല്ലായിരുന്നു. 92nd Constitutional Amendment Act of 2003, 92nd Constitutional Amendment Act of 2003 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, സന്താളി ലാംഗ്വേജിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത്. സന്താൽ ട്രൈബ്സിന്റെ ഓൺ ലാംഗ്വേജ്, സ്വന്തമായിട്ടുള്ള ലാംഗ്വേജ് ആണ് സന്താളി ലാംഗ്വേജ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലെ വൺ ഓഫ് ദി ലാംഗ്വേജ് ആണ് സന്താളി എന്ന് പറയുന്നത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സന്താളി ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലായിരുന്നു. സന്താളി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് 92nd Constitutional Amendment Act of 2003 ആണ്. ഈ ഒരു 92nd Constitutional Amendment Act of 2003 സന്താളി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്നതിന്റെ കൂടെ മറ്റ് 3 ലാംഗ്വേജസ് എന്ത് ചെയ്തു, ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്കി മാറ്റിയിരുന്നു. ബോഡോ, ഡോഗ്രി ആൻഡ് മൈഥിലി. ഈ 3 ലാംഗ്വേജസ്, സന്താളി ലാംഗ്വേജിന്റെ കൂടെ തന്നെ ഈ 3 ലാംഗ്വേജസും ബോഡോ, ഡോഗ്രി ആൻഡ് മൈഥിലി, ഈ ലാംഗ്വേജസും എന്ത് ചെയ്തിരുന്നു, ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്കി കൺവേർട്ട് ചെയ്തിരുന്നു. സോ 92nd Constitutional Amendment Act of 2003 ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ലാംഗ്വേജസ് ബോഡോ, ഡോഗ്രി, മൈഥിലി ആൻഡ് സന്താളി, ഇത് 4ഉം ഒഫീഷ്യൽ ലാംഗ്വേജസിലേക്ക് ആഡ് ചെയ്യുന്നത് 92nd Constitutional Amendment Act of 2003 പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which article of the Indian Constitution deals with the amendment procedure? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റ് പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 356, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 368, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 362, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 370. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെൻമെന്റ് പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 ആണ് കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ അമെൻഡ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 368 പറയുന്നത് പ്രകാരം പാർലമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ആർട്ടിക്കിൾ 368 2 ടൈപ്പ് ഓഫ് അമെൻമെന്റ്സിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആർട്ടിക്കിൾ 368 ഡീൽസ് വിത്ത് 2 ടൈപ്സ് ഓഫ് അമെൻമെന്റ്സ്. 2 ടൈപ്പ് ഓഫ് അമെൻമെന്റ്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 368 പറയുന്നുണ്ട്. അതിനകത്ത് ഫേസ്റ്റ് വൺ ആണെന്ത്, അമെൻമെന്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി. സോ സ്പെഷ്യൽ മെജോറിറ്റി യൂസ് ചെയ്തിട്ടുള്ള അമെൻമെന്റിനെ കുറിച്ചും ആർട്ടിക്കിൾ 368 പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ടൈപ്പ് ഓഫ് അമെൻമെന്റ് ആണെന്ത്, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സോ സ്പെഷ്യൽ മെജോറിറ്റി
plus ratification by half of the state legislatures. Ratification by half of the state legislatures. ഇതാണ് എന്ത് രണ്ട് ടൈപ്പ് ഓഫ് അമെൻമെന്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 368 രണ്ട് ടൈപ്പ് ഓഫ് അമെൻമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് ഈസ് അമെൻമെന്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അമെൻമെന്റ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. ഈ രണ്ട് അമെൻമെന്റ്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ന് ആർട്ടിക്കിൾ 368. Next question. The Battle of Plassey, which is considered the foundation of British rule in India, was fought in which year? ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വൺ ഓഫ് ദി സിഗ്നിഫിക്കന്റ് ഇവന്റ് ആയിരുന്നു എന്ത് ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഈ ബാറ്റിൽ ഓഫ് പ്ലാസി ഏത് ഇയറിലാണ് ഫൗട്ട് ചെയ്തത്, അതായത് ഏത് ഇയറിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി ഫൈറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1757, ഓപ്ഷൻ ബി 1764, ഓപ്ഷൻ സി 1775 ആൻഡ് ഓപ്ഷൻ ഡി 1858. ഇതിൽ ഏത് ഇയറിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി ഫോർട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് 1757. ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത് 23rd June 1757 ആണ്. സോ 23rd June 1757 ആണ് എന്ത് ചെയ്യുന്നത്, ബാറ്റിൽ ഓഫ് പ്ലാസി ഫോർട്ട് ചെയ്യുന്നത്. ആരൊക്കെയാണ് ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ഫൈറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആരൊക്കെയായിരുന്നു ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിലെ പാർട്ടിസിപ്പൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സൈഡിൽ നിന്ന്, അതായത് ബ്രിട്ടനെ റെപ്രസെന്റ് ചെയ്ത് ഈ ഒരു ബാറ്റിൽ ലീഡ് ചെയ്തത് റോബർട്ട് ക്ലൈവ് ആണ്. സോ റോബർട്ട് ക്ലൈവ് ആയിരുന്നു ഈ ഒരു ബാറ്റിലിനകത്ത് ബ്രിട്ടീഷ് സൈഡിനെ ലീഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആരുമായിട്ടാണ് ബ്രിട്ടീഷ് ഫൈറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ദ നവാബ് ഓഫ് ബംഗാൾ. നവാബ് ഓഫ് ബംഗാളും ബ്രിട്ടീഷും തമ്മിലുള്ള വോർ ആയിരുന്നു, അല്ലെങ്കിൽ ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. അന്നത്തെ നവാബ് ഓഫ് ബംഗാൾ ആയിട്ടുള്ള സിറാജുദ്ദൗള, അന്നത്തെ നവാബായിട്ടുള്ള സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ ഏറ്റുമുട്ടിയ ബാറ്റിലാണെന്ത് ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി സംഭവിക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി ഫൈറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സൈഡിനെ റെപ്രസെന്റ് ചെയ്ത റോബർട്ട് ക്ലൈവും നവാബ് ഓഫ് ബംഗാൾ ആയിട്ടുള്ള സിറാജ് ഉദ്ദൗള, ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്ത ബാറ്റിലാണെന്ത് ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ഇറ്റ് വാസ് ഫോർട്ട് ഇൻ ദി ഇയർ 1757. Next question. Which state in India produces the maximum quantity of copper? ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ഇതിൽ ഏത് സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. സോ മധ്യപ്രദേശ് ആണ് ഇന്ത്യയിലെ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോപ്പർ എന്ന് പറയുന്നത്. ആൻഡ് മധ്യപ്രദേശിൽ മലഞ്ച്കണ്ട് കോപ്പർ ബെൽറ്റ് എന്നുള്ളൊരു കോപ്പർ ബെൽറ്റ് ഉണ്ട്. മലഞ്ച്കണ്ട് കോപ്പർ ബെൽറ്റ്, മധ്യപ്രദേശിൽ മലഞ്ച്കണ്ട് കോപ്പർ ബെൽറ്റ് എന്നുള്ളൊരു കോപ്പർ ലൊക്കേഷൻ ഉണ്ട്. സോ കോപ്പർ കിട്ടുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്, മലഞ്ച്കണ്ട് കോപ്പർ ബെൽറ്റ്. ഈ മലഞ്ച്കണ്ട് കോപ്പർ ബെൽറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ ടോട്ടൽ കോപ്പർ പ്രൊഡക്ഷന്റെ 50 to 60% നമുക്ക് കിട്ടുന്നത്. മധ്യപ്രദേശിലെ മലഞ്ച്കണ്ട് കോപ്പർ ബെൽറ്റിൽ നിന്നാണ് ഇന്ത്യയിലെ കോപ്പർ പ്രൊഡക്ഷന്റെ 50 to 60% എന്ത് ചെയ്യുന്നത് നമുക്ക് റിസീവ് ചെയ്യുന്നത്. ഇനി കോപ്പർ പ്രൊഡക്ഷന്റെ കേസിൽ മറ്റ് ലീഡിംഗ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് രാജസ്ഥാൻ ആണ്. സോ രാജസ്ഥാൻ ആണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കോപ്പർ പ്രൊഡക്ഷന്റെ ഏതാണ്ട് 35 to 40% കിട്ടുന്നത് രാജസ്ഥാനിൽ നിന്നാണ്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്, സോ തേർഡ് ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോപ്പർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആണ്. സോ ജാർഖണ്ഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ കോപ്പർ പ്രൊഡക്ഷന്റെ ഒരു 1 to 4% കോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ജാർഖണ്ഡിൽ നിന്ന് റിസീവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശിലെ മലഞ്ച്കണ്ട് കോപ്പർ ബെൽറ്റിൽ നിന്നാണ് ഇന്ത്യയുടെ ടോട്ടൽ കോപ്പർ പ്രൊഡക്ഷന്റെ ഏതാണ്ട് 50 to 60% നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാൻ, സെക്കൻഡ് ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോപ്പർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് രാജസ്ഥാൻ ആണ്. രാജസ്ഥാനിൽ നിന്നാണ് നമുക്ക് ഏതാണ്ട് 35 to 40% ഓഫ് കോപ്പർ പ്രൊഡക്ഷനും കിട്ടുന്നത്. ആൻഡ് തേർഡ് പ്ലേസിലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡിൽ നിന്ന് നമുക്ക് ഏതാണ്ട് 1 to 4% ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് കോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ 3 ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോപ്പർ എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷൻ മീറ്റ് ചെയ്യാം. താങ്ക്